നമ്മുടെ കട്ടക്കൊമ്പൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നത്. ആദ്യം ഞാനൊന്ന് ഭയന്നെങ്കിലും പിന്നീടല്ലേ കാര്യം എനിക്കും മനസ്സിലായത്. അവന് പിന്നാമ്പുറം ചൊറിയാനാണ് തിരിഞ്ഞതെന്ന്. അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവൻ്റെ വലതു കൊമ്പിലെ മണ്ണ് കണ്ടു. വലതു കൊമ്പുകൊണ്ട് മൺതിട്ട കുത്തിയിളക്കിയതിൻ്റെ ബാക്കിയാണ് ആ കൊമ്പിൽ കാണുന്നത്. അവൻ്റെ തുമ്പിക്കൈ ഇപ്പോൾ തൊടുന്ന ഭാഗമാണ് കന്നക്കുഴി എന്ന് പറയുന്നത്. ആനകൾക്ക് മദപ്പാടുണ്ടാകുമ്പോൾ ഗ്രന്ഥിയിൽ നിന്നും പുറപ്പെടുന്ന മദജലം കന്നക്കുഴിയിലൂടെയാണ് ഒഴുകി പുറത്തേക്ക് പോകാറുള്ളത്. ഈ ഒരു പ്രക്രിയ ആനകൾക്ക് വർഷത്തിൽ 1-2 തവണ മാത്രം സംഭവിക്കാറുള്ളൂ. ഏകദേശം 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ മദപ്പാട് കാലം ചില ആനകൾക്ക് നീണ്ടു നിൽക്കാറുമുണ്ട്. നല്ല ആരോഗ്യമുള്ള ആനകൾക്ക് മാത്രമേ മദപ്പാടുണ്ടാകാറുള്ളൂ. ആശാൻ അവിടെ നിന്ന് ആവശ്യം പോലെ പിന്നാമ്പുറം അങ്ങ് ചൊറിഞ്ഞു. ആനകൾ ഇങ്ങനെയും പിന്നാമ്പുറം ചൊറിയുമെന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത്. സാധാരണയായി മരത്തിലൊക്കെ ഇട്ട് ഉരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മൺതിട്ടയിൽ ഉരയ്ക്കുന്നത് ആദ്യമായി കാണുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്